പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. പ്രിയപ്പെട്ടവരെ, കിങ്ഡം ഓഫ് ഗോഡ് എന്ന ഈ വലിയ ദൈവരാജ്യ ശുശ്രൂഷയിലേക്ക് യേശുനാമത്തിൽ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പസ്തോല പ്രവർത്തനം 11 അധ്യായം 15 തിരുവചനം. ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 11 വേഴ്സ് 15. വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ഞാൻ അവരോട് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ മുമ്പ് നമ്മുടെ മേൽ എന്നതുപോലെ തന്നെ അവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. ഇതാ, ശിഷ്യന്മാരെ കുറിച്ച് അപ്പസ്തോല പ്രവർത്തന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അവർ വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ശിഷ്യന്മാർ അനുഭവിച്ച അതേ അഭിഷേകം ആ ദൈവജനത്തിലേക്കും കടന്നു വന്നു. എന്നെ കേൾക്കുന്നവരെ, നമ്മളൊക്കെ പല ശുശ്രൂഷകൾ പങ്കെടുത്തിട്ടുള്ളവരായിരിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പല വ്യത്യസ്ത മേഖലകളിൽ അനുഭവിച്ചിട്ടുള്ളവരാണ്. ഈ ശുശ്രൂഷ സമയം നിന്റെ മേലും എൻ്റെ മേലും അതേ അഭിഷേകം കത്തിജ്വലിക്കുന്ന ഒരു കൃപയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് നന്നായിട്ടൊന്ന് ഉയർത്തിപ്പിടിച്ചേ. നാണക്കേടൊന്നും വിഷമിക്കണ്ട. 2 കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ചിട്ട്, പരിശുദ്ധാത്മാവേ, ഈ പ്രാർത്ഥനാ ശുശ്രൂഷ സമയത്ത് തന്നെ ഞങ്ങളുടെ മേൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണമേ. ഓ പരിശുദ്ധാത്മാവേ, ഒരു അഗ്നിയുടെ അഭിഷേകം ഞങ്ങൾക്ക് വേണം. പരിശുദ്ധാത്മാവേ, ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങളുടെ ഹൃദയ വികാര വിചാരങ്ങളെ നിയന്ത്രിക്കണം. ഞങ്ങൾ ഇന്ന് കടന്നു പോകുന്ന എല്ലാ അനുഭവങ്ങളുടെ മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറയണം. കരങ്ങൾ ഉയർത്തി എല്ലാവരും ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ആത്മാവിന്റെ തീനാളങ്ങള് ഒരു മഴ പോലെ നമ്മുടെ മേൽ പ്രവർത്തിക്കുന്ന സമയമാണ്. ചേർന്ന് സന്തോഷത്തോടുകൂടെ നമുക്ക് ഒരുമിച്ച് കയ്യെ കടിച്ച് പാടി പ്രാർത്ഥിക്കാം. ആമേൻ. സന്തോഷത്തോടെ ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ചേർന്ന് പ്രാർത്ഥിച്ച് പാടാം. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. എല്ലാവരും ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീമഴ ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആദിമസഭയുടെ കൂട്ടായ്മയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങിയതുപോലെ ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എല്ലാവരും സ്തുതിക്കട്ടെ. ഓ ദൈവത്തിന്റെ ആത്മാവേ, ഈ ശുശ്രൂഷ സമയത്തിൽ അങ്ങയുടെ അതിശക്തമായ കൃപ വെളിപ്പെടട്ടെ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരുടെ മേലും അത്ഭുതകരമായ പരിശുദ്ധാത്മാവിന്റെ കൃപ കൊണ്ട് നിറയപ്പെടട്ടെ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ, ആരാധന 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 ആരാധന. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്വസ്ഥമായി ദൈവസന്നിധിയിൽ നമുക്കിരിക്കാം. ബൈബിളും നോട്ട്ബുക്കും പേനയൊക്കെ എടുത്ത് വചനം നമുക്ക് എഴുതി പഠിക്കാം. സന്തോഷത്തോടെ നിങ്ങളുടെ മുമ്പിലേക്ക് നോക്കി ഒന്ന് പറഞ്ഞ്, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തൊട്ടടുത്ത് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെ വിളിച്ച് അവരുടെ മുഖത്തോട്ട് നോക്കി ഒരു പുഞ്ചിരി സമ്മാനിച്ച് അവരോട് പറഞ്ഞ്, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് നമ്മുടെ ഐഡന്റിറ്റിയെക്കുറിച്ചാണ്. യെശയ്യായുടെ പ്രവചനം 53 അധ്യായം 5 തിരുവചനം. ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 53 വേഴ്സ് 5. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ഇതാ, യെശയ്യ പ്രവാചകനിലൂടെ യേശുവിനെക്കുറിച്ചുള്ള ഒരു വലിയ പ്രവാചക സന്ദേശം വായിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതിൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു ആത്മീയ അഭിഷേകം നൽകപ്പെടുകയാണ്. നമുക്കറിയാം, ഓശാന കഴിഞ്ഞുള്ള ദിനങ്ങളിൽ നമ്മൾ ധ്യാനിക്കുന്നത് മുറിവേറ്റ് രക്തം വാർന്നൊഴുകുന്ന യേശുവിനെയാണ്. ഓശാന വരെയുള്ള യേശുവിനെ നമ്മളിൽ പലർക്കും ഇഷ്ടമാണ്. കാരണം അത്ഭുതങ്ങളും അടയാളങ്ങളും കയ്യടികളും നേടിക്കൊണ്ട് നീങ്ങുന്ന യേശു.
ഇനിയുള്ള ദിവസങ്ങളിൽ ധ്യാനിക്കുന്ന യേശു രക്തം വാർന്നൊഴുകുന്ന മുറിവേറ്റ യേശുവിനെയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് ഈ ദിവസങ്ങൾ പകർന്നു നൽകുന്നത് നമ്മുടെ ഐഡൻറ്റിറ്റിയെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു കാഴ്ചപ്പാടാണ്. യേശുവിൻ്റെ വ്യക്തിത്വം, ഐഡൻറ്റിറ്റി വെളിപ്പെട്ടത് എവിടെയാണ്? അത്ഭുതങ്ങൾ ചെയ്തപ്പോഴല്ല, അടയാളങ്ങൾ ചെയ്തപ്പോഴല്ല, മറിച്ച് കുരിശിൽ കിടന്ന് പെടഞ്ഞു മരിക്കുന്ന സമയം താഴെ നിന്ന് ശതാധിപൻ വിളിച്ചു പറയുകയാണ്, ഇവൻ സത്യമായും ദൈവപുത്രനായിരുന്നു. ഇവൻ സത്യമായും ദൈവപുത്രനായിരുന്നു. എപ്പോഴാണ്? യേശുവിൻ്റെ മരണം കണ്ട്, യേശുവിൻ്റെ സഹനം കണ്ടിട്ട് ഇതാ ഒരുവൻ, യേശുവിനെ വേദനിപ്പിച്ച് കുത്തി മുറിവേൽപ്പിച്ചവൻ തന്നെ താഴെ നിന്ന് പറയുകയാണ്, ഇവൻ സത്യമായും ദൈവപുത്രനായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മുടെയും ഐഡൻറ്റിറ്റി. മുറിവേൽക്കുമ്പോൾ, നീ സഹന വഴികളിലൂടെ കടന്നു പോകുമ്പോഴാണ് നിന്റെ വ്യക്തിത്വം യഥാർത്ഥത്തിൽ വെളിപ്പെടുന്നത്. കയ്യടി കിട്ടുമ്പോഴല്ല, ആരവങ്ങൾക്കിടയിലല്ല, മറിച്ച് നിന്റെ തനി സ്വഭാവം പുറത്തു വരുന്നത് എപ്പോഴാ? നമ്മുടെ ഉള്ളിൽ ചില മുറിവുകളും സങ്കടങ്ങളും വിഷമങ്ങളും കടന്നു വരുമ്പോഴാണ് നമ്മുടെ തനി സ്വഭാവം പുറത്തു വരുന്നത്. ഇതാ ഈശോ ഈ നാളുകളിൽ എന്നോടും നിന്നോടും പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന അനുഭവങ്ങൾ അത്ര എളുപ്പമുള്ളതല്ല. ഈ ഓശാന മുതലുള്ള ദിനങ്ങളിൽ നമ്മൾ ധ്യാനിക്കുന്ന യേശുവിൻ്റെ ജീവിതം നമ്മുടെ ജീവിതത്തിലും പല രീതികളിൽ നമ്മൾ അനുഭവിക്കുന്നുണ്ടാവും. കഴിഞ്ഞ ദിവസം ഒരമ്മ കണ്ണുനീരോടെ വന്നിട്ട് പറയുക, അച്ഛാ, എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്കൊരു മകനേ ഉള്ളൂ, ഒറ്റ മോൻ, +2 വരെ അൾത്താര ശുശ്രൂഷകനായിരുന്ന മിടുക്കൻ. ഇപ്പം അച്ഛാ, രാത്രിയിൽ എപ്പോഴാ വരുന്നെന്ന് ഒരു പിടുത്തവും ഇല്ല. വരുമ്പോൾ മിക്കവാറും ദുർഗന്ധമുണ്ട്, മദ്യത്തിൻ്റെയും പലതിൻ്റെയും മണമുണ്ട്. അച്ഛാ, പകല് മുഴുവൻ കിടന്നുറങ്ങും, ഒരു ഉച്ച കഴിഞ്ഞ് എപ്പോഴെങ്കിലും എഴുന്നേക്കും, എന്നിട്ട് അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വലിച്ചു വാരി തിന്നും, ആരോടും ഒന്നും മിണ്ടൂല്ല. അതിനുശേഷം വീണ്ടും ഇറങ്ങിപ്പോകും, രാത്രിയിൽ എപ്പോഴെങ്കിലും കയറി വരും. അച്ഛാ, എൻ്റെ ഈ മകൻ്റെ അവസ്ഥ കണ്ടിട്ട് എൻ്റെ ഹൃദയം പിടയ്ക്കുകയാണ്. എൻ്റെ പ്രതീക്ഷയാണ് ഈ മകൻ. അവൻ്റെ ജീവിതം കണ്ടിട്ട് സഹിക്കാൻ പറ്റണില്ല അച്ഛാ. അപ്പം ഞാൻ ചോദിച്ചു, ഭർത്താവ് എവിടെ? ഉണ്ടച്ഛ, വീട്ടിലുണ്ട്. അച്ഛാ, അച്ഛനറിയോ, എൻ്റെ പ്രാർത്ഥന എൻ്റെ ഭർത്താവും എൻ്റെ മകനും തമ്മിൽ കണ്ടുമുട്ടരുത് എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഞാൻ ചോദിച്ചു, അതെന്താ? കണ്ടുമുട്ടുന്ന സമയങ്ങളിലൊക്കെ അവർ പരസ്പരം കലഹിക്കും. അച്ഛാ, ഞങ്ങളുടെ വീട്ടിലെ പ്രാർത്ഥനാ മുറിയിലുള്ള എല്ലാ രൂപങ്ങളും അടിച്ചുടച്ചു. ഇവർ തമ്മിൽ ബഹളം കൂടുമ്പോൾ വീട്ടിലെ അവസ്ഥ അങ്ങനെയാണ്. ഇനി പ്രാർത്ഥിക്കാനായി ഒരു രൂപം പോലും വീട്ടിലില്ല, മൊത്തം ബഹളത്തിലാണ്. അച്ഛാ, ഞാൻ തീ തിന്നുകൊണ്ടിരിക്കുക. ഒരമ്മ വല്ലാണ്ട് വിഷമത്തോടുകൂടെ ചങ്ക് കലങ്ങി പറയുമ്പോൾ ഈ സ്ത്രീ എന്നോട് ചോദിച്ചൊരു ചോദ്യം, എന്താ അച്ഛാ, എൻ്റെ വീട്ടിൽ മാത്രം ഇങ്ങനെ? എൻ്റെ പ്രായത്തിലുള്ള അനേകർ സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ ഞാൻ മാത്രം ഈ തീക്കകത്താ അച്ഛാ, തീക്കകത്ത് വല്ലാണ്ട് വിഷമം കൊള്ളുക. പ്രിയപ്പെട്ടവരെ, ഇതൊരൊറ്റപ്പെട്ട സംഭവമായിട്ട് കണക്കാക്കരുത്. അനേക കുടുംബങ്ങളിൽ ഇതുപോലെ തീ തിന്നുന്ന, വിഷമിക്കുന്ന ഒത്തിരിയേറെ ആളുകളുണ്ട്. ഇവിടെയാണ് യേശു മുറിവേറ്റതും രക്തം വാർന്നതിൻ്റെയും ആത്മീയ അഭിഷേകത്തിൻ്റെ പ്രത്യേകത. ഇങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ ഒരു വീട്ടിൽ ഉള്ളതുകൊണ്ടാണ് വീട് നിലനിൽക്കുന്നത്. സഹിക്കാനും മുറിവേൽക്കാനും ഇതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗമെടുക്കാനും എല്ലാ വീട്ടിലും ആരെങ്കിലുമൊക്കെ ഉള്ളത് കൊണ്ടാണ് വീട് നിലനിൽക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ കൃത്യമായി ഒരു വചനം കുറിച്ച് വെച്ചിട്ടുണ്ട്. വിശുദ്ധ യോഹന്നാൻ 3 ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ. അതിൽ ഫസ്റ്റ് ലെറ്റർ ചാപ്റ്റർ 2 വേർഡ്സ് 2, വിശുദ്ധ യോഹന്നാൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 2-ാം തിരുവചനം. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്, നമ്മുടെ മാത്രമല്ല ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക്. വചനം പഠിപ്പിക്കുകയാണ്, അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്, നമ്മുടെ മാത്രമല്ല
ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരബലി എന്ന് പറഞ്ഞാൽ പരിഹാര ബലിയാകാനുള്ള വലിയ ഒരു ദൗത്യം. ഈ ദിവസങ്ങളിൽ നീ ചിന്തിക്കണം, നിന്റെ കുടുംബത്തിനു വേണ്ടി നീ എന്ത് പരിഹാരം ഏറ്റെടുക്കുന്നുണ്ട്, എന്ത് ത്യാഗപ്രവൃത്തി ചെയ്യുന്നുണ്ട്. ലൂക്കാസ് വിശേഷം 19-ാം അധ്യായം വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം, വളരെ ഫെമിലിയർ ആയിട്ടുള്ള കഥാപാത്രമാണ് സക്കേവൂസ്. ഈ മനുഷ്യനിൽ എപ്പോഴാണ് അനുഗ്രഹം ലഭിച്ചത്? ആ കുടുംബത്തിന് രക്ഷ കിട്ടിയത് എപ്പോഴാണ്? 19-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ സക്കേവൂസ് ഒരു പരിഹാരം ചെയ്യാൻ തീരുമാനിക്കുന്നു. നെക്സ്റ്റ് സെന്റൻസ് 19-ാം അധ്യായം 9-ാം വചനത്തിൽ പറയുന്നു, ദാ ഇവനും ഇവൻ്റെ കുടുംബവും രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം, എപ്പോഴാണോ ഒരു കുടുംബത്തിൽ ആരെങ്കിലും പരിഹാരം ചെയ്യാൻ തീരുമാനിക്കുന്നത്, അപ്പോഴാണ് ആ കുടുംബത്തിന് രക്ഷ കിട്ടുന്നത്. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 22 മുതലുള്ള വചനം, കാനാൻകാരിയായിട്ടുള്ള ഒരു അമ്മ വന്ന് യേശുവിൻ്റെ പക്കൽ കരയുകയാണ്. മകൾക്ക് വേണ്ടി പരിഹാരം ത്യാഗമെടുത്ത് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരു അമ്മ. വചനം മുന്നോട്ട് വായിച്ചു പോകുമ്പോൾ 28-ാം തിരുവചനത്തിൽ ഇങ്ങനെ വായിക്കും, ദേ ആ സമയം തന്നെ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി. പുത്രി അവിടെ ഇല്ല, വീട്ടിലാണ്. പക്ഷേ അമ്മ യേശുവിൻ്റെ പക്കൽ കരയുകയാണ്. മകൾക്ക് വേണ്ടി കരയാൻ ഒരമ്മയുണ്ടായിരുന്നു. പരിഹാരം ചെയ്യാൻ വീട്ടിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കണം. എല്ലാവരും സുഖിച്ച് സന്തോഷിച്ചു പോയാൽ എങ്ങനെ വീട് സമാധാനത്തിൽ പോകും? ഈ ദിവസങ്ങളിൽ മുറിവേറ്റ് രക്തം വാർന്നൊഴുകുന്ന യേശുവിനെ ധ്യാനിക്കുമ്പോൾ ഞാനും നീയും ചിന്തിക്കേണ്ട ചിന്ത, എൻ്റെ യേശുവിന് വേണ്ടി ഞാൻ എന്ത് പരിഹാര പ്രവൃത്തിയാണ് എൻ്റെ വീട്ടിൽ ഏറ്റെടുക്കുന്നത്? ഇതാ യെശയ്യാ പ്രവാചകന്റെ വചനം ഈ ദിവസങ്ങളിൽ പലതവണ മനസ്സിൽ ധ്യാനിക്കണം. യേശുവിൻ്റെ പീഡാസഹനത്തെക്കുറിച്ച് രേഖപ്പെടുത്തുകയാണ്. യെശയ്യാ പ്രവചനം 53-ാം അധ്യായം 5-ാം തിരുവചനം, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു, അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. യേശു ഏറ്റെടുത്ത ആ മുറിവും സങ്കടവും ഭാരവുമാണ് നമ്മുടെ രക്ഷ. ഈ രക്ഷ ഈ കാലഘട്ടത്തിൽ തുടരേണ്ടത് ആരിലൂടെയാണ്? പറയുന്ന ഞാനും കേൾക്കുന്ന നീയും എടുക്കേണ്ട വലിയൊരു ദൗത്യം. നീ മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കാൻ, പരിത്യാഗം ചെയ്യാനുള്ള ഒരു മനസ്സ് കാണിച്ചാൽ നിന്റെ വീട്ടിൽ രക്ഷയുണ്ടാകുമെന്ന് വചനം നമുക്ക് ഉറപ്പ് നൽകുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം സ്നേഹമാകുന്നു എന്നെഴുതിയ അതേ ആൾ തന്നെയാണ് പരിഹാര പ്രവൃത്തിയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ കൃത്യം വ്യക്തമായി എഴുതിയില്ലേ, അവൻ സ്നേഹമാകുന്നു. അതേ സ്നേഹം വെളിപ്പെടുന്നത് പരിഹാര പ്രവൃത്തിയിലൂടെയാണെന്നാണ് 1 യോഹന്നാൻ 2-ാം അധ്യായം 2-ാം തിരുവചനം പറയുന്നത്. അവൻ നമുക്ക് വേണ്ടി പരിഹാരമായി തീർന്നു, ത്യാഗമായി തീർന്നതുപോലെ നീയും നിന്റെ കുടുംബത്തിനു വേണ്ടി ത്യാഗമെടുക്കാനുള്ള വലിയ ഒരു മനസ്സ് കാണിക്കണം. ഒരു പക്ഷേ ചിലപ്പോഴെങ്കിലും ചിലരുടെ ഉള്ളിൽ വല്ലാത്ത സങ്കടം വരുമ്പോൾ തോന്നും, ഞാൻ ഈ സഹിക്കുന്നത് മുഴുവൻ മണ്ടത്തരമാണോ, പൊട്ടത്തരമാണോ? എന്തിനാ ഞാൻ ഇങ്ങനെ വെറുതെ സഹിക്കുന്നത്? എൻ്റെ കുടുംബത്തിനു വേണ്ടി ഞാനിങ്ങനെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? മറ്റുള്ളവരൊക്കെ ജീവിക്കുന്നത് പോലെ ഞാനും ജീവിച്ച പോരെ? അല്ല, നിന്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടണോ? എന്തു വേണം? ഈ മുറിവിലാണ്, ഈ പരിഹാര പ്രവൃത്തിയിലാണ്. യേശു ഈ ദിവസങ്ങളിൽ നമുക്ക് വേണ്ടി ഇതാ തെരുവീഥിയിൽ മുറിവേൽക്കുമ്പോൾ, രക്തം വാർന്നൊഴുകുമ്പോൾ നിന്നെയും എന്നെയും പഠിപ്പിക്കുന്ന കാര്യം, ഇതുപോലെ പരിഹാരം ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാവണം. അങ്ങനെ മുറിവുകൾ ഏറ്റെടുക്കുമ്പോൾ നിശ്ചയമായും ഒരു കാര്യം ഉറപ്പ്, നമ്മുടെ വ്യക്തിത്വം, നമ്മുടെ ഐഡൻറ്റിറ്റി മറ്റുള്ളവരുടെ മുമ്പിൽ കൃത്യമായി വെളിപ്പെടും. പ്രിയപ്പെട്ടവരെ, ഇതായി തുടർന്നുള്ള ആരാധന സമയത്ത് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ്. എന്തിനെന്നറിയോ? നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിലെ സങ്കടങ്ങൾക്ക് ഒരു അറുതി അത് യേശുവിലൂടെ സംഭവിക്കും. ഈ ആരാധന സമയം സാധിക്കുന്നവർ മുട്ടുകുത്തി ദൈവത്തിനു മുമ്പിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം. യേശുവേ, എൻ്റെ മുറിപ്പാടുകളും എൻ്റെ കണ്ണുനീരും അനേകർക്കുള്ള ഒരു പരിഹാര പ്രവൃത്തിയാണ്.
അതാണ് നമ്മുടെ വ്യക്തിത്വം മറ്റുള്ളവരുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം. നമുക്കൊരുമിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. ആമേൻ. ആമേൻ. എന്നുറവിടമേ, എൻ മാറവിടമേ, എൻ ജീവശ്വാസമേ, ആരാധന. എന്നുറവിടമേ, എൻ മറവിടമേ, എൻ ജീവശ്വാസമേ, ആരാധന. ആരാധന, ആരാധന, ആരാധന ഈശോയേ. ആരാധന, ആരാധന, ആരാധന ഈശോയേ. ആരാധന, ആരാധന, ആരാധന ഈശോയേ. കരങ്ങൾ കൂപ്പി ദൈവജനം ഒരുമിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എൻ്റെ സഹോദര സഹോദരി, നീ ആയിരിക്കുന്നിടങ്ങളിൽ സർവശക്തനായ യേശുവിൻ്റെ സാന്നിധ്യം സ്വീകരിച്ച് നമുക്ക് വണങ്ങി പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് മുമ്പിൽ ത്യാഗം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന സമയമാണ്. നമ്മൾ മുട്ടുകുത്തി ദൈവത്തിന് മുമ്പിലായിരിക്കുമ്പോൾ ശരീരത്തിൽ നമ്മളൊരു ത്യാഗം ഏറ്റെടുക്കുകയാണ്. യേശു ഇതാ നമ്മുടെ മുമ്പിൽ നൽകുന്ന ഏറ്റവും വലിയ മാതൃക, മറ്റുള്ളവർക്ക് വേണ്ടി ഒരു പരിഹാര ബലിയായി ത്യാഗം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാനുള്ള വലിയ തീരുമാനം. യഥാർത്ഥത്തിൽ നമ്മളുടെ ഐഡന്റിറ്റി വെളിപ്പെടുന്ന സമയമാണിത്. കൈകൾ കൂപ്പി കണ്ണുകളടച്ചൊരു നിമിഷം ചിന്തിച്ചു നോക്കിക്കേ. ഇന്ന് നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നീ അനുഭവിക്കുന്ന സങ്കടം, ഭാരം, അതെന്തിനെക്കുറിച്ചാണ്? നിന്റെ കുടുംബത്തിലെ ഏതെങ്കിലും പ്രശ്നങ്ങൾ നിന്നെ വിഷമിപ്പിക്കുന്നുണ്ടോ? നിന്റെ വ്യക്തിപരമായ ഏതെങ്കിലും ബന്ധങ്ങൾ നിന്നെ ഭാരപ്പെടുത്തുന്നുണ്ടോ? ഒരുപക്ഷെ മനസാ വാച അറിയാത്ത ചില കാര്യങ്ങൾ നിന്നെ ഭാരപ്പെടുത്തുന്നുണ്ടാവും. നിന്റെ തെറ്റല്ലായിരിക്കും, എന്നാൽ നിന്റെ മേൽ ആരോപിക്കപ്പെട്ടതാവും, നിന്നെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തിയതാവും. എൻ്റെ സഹോദര സഹോദരി, എല്ലാ വിഷമങ്ങളും യേശുവിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. വിശുദ്ധ യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ കുറിച്ചില്ലേ, ദൈവം സ്നേഹമാകുന്നു. അതേ യോഹന്നാൻ തന്നെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്. ഇതാ അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി, നമ്മുടെ മാത്രമല്ല ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്നേഹം വെളിപ്പെടുന്നത് സഹനത്തിലൂടെയാണ്. സാധിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, രണ്ട് കരങ്ങളും കുരിശാകൃതിയിൽ ഒന്ന് വിരിച്ചു പിടിക്കൂ. രണ്ട് കരങ്ങളും കുരിശാകൃതിയിൽ വിരിച്ചു പിടിക്കണം. കുരിശാകൃതിയിൽ ഇതാ ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളും പറയുന്നത്, ഈശോയെ, നിന്നെപ്പോലെ ഞാനും കുരിശുകൾ ഏറ്റെടുക്കാൻ തയ്യാറാണ്. എൻ്റെ ജീവിതത്തിലെ സഹനങ്ങൾ ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ്. കണ്ണുകളടച്ച് രണ്ട് കരങ്ങളും കുരിശാകൃതിയിൽ വിരിച്ചു പിടിച്ചൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഇന്നും നീ സഹനങ്ങളാണെന്ന് കരുതിയിരിക്കുന്ന എല്ലാ ഭാരങ്ങളും ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് ഈ സമയം നമുക്കും ഈ ഗാനത്തിൻ്റെ വരികളൊന്ന് പാടി പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്നോടുള്ള സ്നേഹമാണ് എൻ്റെ സഹനം. ഞാനിന്ന് അനുഭവിക്കുന്ന എല്ലാ വേദനകളും നിനക്ക് എന്നോടുള്ള സ്നേഹമാണെന്ന് തിരിച്ചറിയുന്നു. ആ വലിയ പ്രാർത്ഥനയോടുകൂടെ കരങ്ങൾ വിരിച്ചു പിടിച്ചുകൊണ്ട് തന്നെ ഈ ഗാനത്തിൻ്റെ വരികളൊന്ന് പാടി പ്രാർത്ഥിച്ചേ. മുൾമൂടിയണിഞ്ഞു കൊണ്ടീശോ എൻ മുഖത്തൊരു മുത്തം നൽകി, മുള്ളുകളൻ മുഖത്തെങ്ങും വിങ്ങുന്നു
വരമേകി സ്നേഹത്തോടേകിയ മുത്തം വേദനയായി മാറിയപ്പോ സ്നേഹത്തോടേകിയ മുത്തം വേദനയായി മാറിയപ്പോ ആ വേദനയ്ക്കൊരു പേരു നൽകി ഞാൻ, അതിൻ പേരല്ലോ സഹനം. അതിൻ പേരല്ലോ സഹനം. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നിന്റെ എല്ലാ സഹനങ്ങളും കുരിശോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈ സമയത്ത് പ്രാർത്ഥിക്കുക. ഒരുപക്ഷെ നിന്റെ ജീവിത പങ്കാളി നിനക്കൊരു ഭാരമാണോ? നിന്റെ മക്കൾ നിനക്കൊരു ഭാരമാണോ? നിന്റെ മാതാപിതാക്കൾ നിനക്കൊരു ഭാരമാണോ? സഹോദരങ്ങൾ ഒരു ഭാരമാണോ? ഒരുപക്ഷെ ചെയ്യാത്ത തെറ്റിനാണോ നീ ഇന്ന് ശിക്ഷ അനുഭവിക്കുന്നത്? നിന്റെ ജീവിതത്തിൽ എല്ലാ സഹനങ്ങളും കുരിശോട് ചേർത്ത് വെച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈ നിമിഷം യേശുവിൻ്റെ മുറിവേറ്റ ശരീരത്തിന്റെ വേദനകളോട് ചേർത്ത് വെച്ച് നിനക്കും ദൈവത്തെ സ്തുതിക്കാം, ആരാധിക്കാം. ഓ കർത്താവേ, എൻ്റെ ജീവിതത്തെയാണ് ഞാൻ ഈ അൾത്താരയിൽ ചേർത്ത് വെക്കുന്നത്. എല്ലാവരും കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഓ കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ആത്മാവ് അത്ഭുതകരമായി ഞങ്ങളിൽ പ്രവർത്തിക്കട്ടെ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് ഒരു നിമിഷം ഒന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ട ദൈവജനമേ, ദാ ഈ ശുശ്രൂഷ സമയത്ത് നിന്റെ മേൽ കർത്താവ് നൽകുന്ന വലിയ ഒരു അനുഗ്രഹമുണ്ട്. അതെന്താണെന്നറിയാവോ? നിന്നിലൂടെയാണ് നിന്റെ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കുന്നത്. പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകം 39 അധ്യായം 5 തിരുവചനത്തിൽ ഇതാ ജോസഫിനെ ഓർത്ത് ഈജിപ്തുകാരൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ച ദൈവം നിന്നിലൂടെ നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കുമ്പോൾ, പ്രത്യേകിച്ച് നിങ്ങളുടെ വീട്ടിൽ പള്ളിയിൽ പോവാതെ പ്രാർത്ഥിക്കാതെ ദൈവവിചാരമില്ലാതെ ആരെങ്കിലും ഉണ്ടോ? അവരെ ഒന്ന് ഓർത്തൊന്ന് പ്രാർത്ഥിച്ച്. നിന്റെ വീട്ടിൽ നിന്ന് ദൂരങ്ങളിലായിരിക്കുന്ന ചിലർക്ക് ഒരുപക്ഷെ പള്ളിയിൽ പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ജോലിയും പഠനവും ഒക്കെയായി അവർക്കതിന് സൗകര്യമില്ലായിരിക്കും. ഈ സമയം അവരെ ഒന്ന് ഓർത്തേ. കർത്താവേ, ഈ അൾത്താരയിൽ അവരെ ചേർത്ത് വെക്കുന്നു. ഈശോയെ, ഈ അൾത്താരയിൽ നിന്നൊഴുകുന്ന ശക്തി ആ വ്യക്തികളിലേക്കൊരു സൗഖ്യമായിട്ട് മാറട്ടെ. ആ വ്യക്തികളിലേക്കൊരു സൗഖ്യമായിട്ട് മാറട്ടെ. വിശ്വസിക്കുന്നു കർത്താവേ, അത് സംഭവിക്കട്ടെ. യേശുവിൻ്റെ ആശീർവാദം സ്വീകരിക്കുന്നതിന് വേണ്ടി ഒരുങ്ങാൻ പോവാണ്. ഒരുങ്ങുമ്പോൾ നമുക്ക് വിശ്വസിക്കാം, ഈ ആശീർവാദം എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും തലമുറ തലമുറയായി നിലനിൽക്കട്ടെ. ആ വലിയ ആഗ്രഹത്തോടെ കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് യേശുവിൻ്റെ ആശീർവാദം സ്വീകരിച്ച് പ്രാർത്ഥിക്കാം.